ഫോൺ ചെയ്തിരുന്നോ? അവൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നത്രേ. വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഞങ്ങളോടും വരാൻ പറഞ്ഞു. ഓ മൈ ഗോഡ്, എന്താ പറ്റിയ നിനക്ക്? നമ്മൾ കരുതിയത് പോലെയല്ല, അവൻ ഡേഞ്ചറാ. ഞങ്ങൾ ഒരു വിധത്തിൽ അവന്റെ കയ്യിൽ നിന്ന് ഇവിടം വരെ രക്ഷപ്പെട്ടെത്തിയത്. അരവിന്ദ്, 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 എന്ത് പറ്റി അരവിന്ദ്? ഒരു ചൈനക്കാരൻ ഇവിടെ വന്ന് നമ്മളെയൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോ നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ് വേണ്ടത്. അവനെ എതിരിടാൻ നമ്മൾക്ക് ആർക്കും കഴിഞ്ഞില്ലല്ലോ. ഇന്ന് അവനെ കണ്ട് ഭയം ഓടിയപ്പോ നമ്മളൊക്കെ വെറും ഭീരുക്കളായി മാറിയില്ലേ? നമ്മളെ മലേഷ്യയിൽ വെച്ച് ആക്രമിച്ചു, ശ്രീലങ്കയിൽ വെച്ച് ആക്രമിച്ചു, ഇപ്പൊ ഇവിടെ വന്ന് നമ്മൾ ആക്രമിക്കുന്നു. നമ്മൾ അവരെ കണ്ട് ഇന്നും ഭയം ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊന്നും ഇപ്പൊ ചിന്തിച്ചിട്ട് കാര്യമില്ല അരവിന്ദ്. ധീരത എന്താണെന്ന് ഈ ലോകത്തിന് കാണിച്ചത് നമ്മളാണെന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് നമ്മൾ ഭീരുക്കളെ പോലെ ഓടുകയല്ലേ? തിരിച്ചടിക്കണം. അവൻ ഈ നാട്ടിൽ നിന്ന് ജീവനോടെ പോവാൻ പാടില്ല. വേണ്ട അരവിന്ദ്, ഈസ് ടു പവർഫുൾ. അവൻ എതിർത്ത് നമുക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. അതെ, കഴിയില്ല. ഇങ്ങനെ പറഞ്ഞാണല്ലോ ആ മ്യൂസിയത്തിൽ ആയുധങ്ങളുടെ കൂടെ ധൈര്യവും വെച്ച് പൂട്ടിയിരിക്കുന്നത്. അത് പുറത്തു കൊണ്ടുവരണം. അരവിന്ദ്, ഇപ്പോ നമ്മൾ ഏത് സിറ്റുവേഷനിലാ ഉള്ളതെന്ന് ആദ്യം അറിയുക വേണ്ടത്. ജയിക്കാൻ വേണ്ടി നെഞ്ചു വിരിച്ച് പോരാടിയില്ലേ അയൽ രാജ്യത്തോട്? എന്നിട്ട് ജയിക്കാൻ കഴിഞ്ഞോ? എല്ലാവരും ചത്തുപോയില്ലേ? ധീരതയും ദ്രോഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഒരു മനുഷ്യനെ 9 പേര് ചേർന്ന് കൊല്ലുന്നതിന്റെ പേര് ധീരതയെന്നല്ല, ദ്രോഹം. മനസ്സിലാവുന്നുണ്ട് അരവിന്ദ്. അവനെ വെറുതെ വിടണമെന്നല്ല ഞാൻ പറയുന്നത്. അതിനു മുമ്പായിട്ട് ഈ പടർന്നുകൊണ്ടിരിക്കുന്ന ഈ രോഗത്തെയാണ് നമ്മൾ എത്രയും വേഗം തടയേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവനെ നേരിടാം. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അരവിന്ദ്. കഴിയും. ഈ രോഗം ഭേദമാക്കാനും അവനെ ഇവിടുന്ന് ഓടിക്കാനും ഒരേ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ, ബോധിധർമ്മൻ. ആ DNA റിസർച്ച് ഉടനെ തുടങ്ങണം. ബോധിധർമ്മന്റെ കഴിവെല്ലാം തിരിച്ചു കൊണ്ടുവരണം. നിങ്ങൾ പറഞ്ഞ പോലെ അവനെ നമുക്ക് തിരിച്ചടിക്കണം. അവനെ അടിക്കുന്ന അടിയിൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരാളുടെ ദേഹത്ത് പോലും കൈവെക്കുവാൻ അവനെ കൊണ്ട് സാധിക്കരുത്. അതിന് ഹ്യൂമൻ ജീനറ്റിക് ലാബാ വേണ്ടത്. ആരും അറിയാൻ പാടില്ല. 12 ദിവസത്തേക്ക് അവന്റെ കണ്ണി പോലും പെടാതെ നോക്കണം. എനിക്കറിയാവുന്ന ഒരു ലാബുണ്ട്. 12 ദിവസം നമ്മളിരിക്കുന്നിടം ആരും അറിയാതിരിക്കണമെങ്കിൽ നിങ്ങളിൽ ഒരുവർ പുറത്തുനിന്ന് സഹായിക്കണം. നമ്മൾ എവിടെയാണെന്ന് അയാളും അറിയരുത്. കറക്റ്റ്. മാലതി, യു ആർ ദ റൈറ്റ് പേഴ്സൺ. നമ്മുടെ എല്ലാവരും സിം കാർഡ് ഉടൻ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്യണം. 2 പുതിയ സിം കാർഡ്, ഒന്ന് നമ്മൾക്ക്, ഒന്ന് മാലതിക്ക്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മാലതി ആയിരിക്കും കൊണ്ടുവരുന്നത്. എന്നാൽ അവൾക്ക് പോലും നമ്മൾ എവിടെയാണെന്ന് അറിയാൻ കഴിയില്ല. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു തരാം. മാലതി, നിന്റെ ഫോണിലെ സിം കാർഡ് ആദ്യം കളഞ്ഞേക്ക്. നാളെ പുതിയ സിം കാർഡ് വാങ്ങിച്ചു തരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ആ ലാബ് എവിടെയുള്ളെന്ന് വേഗം പറ. ഇത് അടയാർ പാലം, ഇത് ഗാന്ധി മണ്ഡപം, ഇത് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതിന്റെ നടുക്കുള്ളത് IIT ക്യാമ്പസ്. അശ്വിൻ പറഞ്ഞ സ്ഥലം ആ കാണുന്നതാണ്. IITയുടെ പുറകിലായി ഒരു വലിയ കാടുണ്ട്. IIT മുഴുവനും 650 ഏക്കറാ. ഇതിൽ 450 ഏക്കർ വലിയ കാടാണ്. സിറ്റിയിൽ ഇത്രയും വലിയ കാടുള്ള കാര്യം ആർക്കും അറിയില്ല. അത് കോമ്പസസ് ടെക്നോളജി സെന്റർ, ഇത് മിഷൻ ഡൈനമിക് സെന്ററാ. ഇവിടുന്ന് 4 കിലോമീറ്റർ മാറിയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ലാബ് ഉള്ളത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. 12 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും വരികയാണെങ്കിൽ? ഇല്ല സർ, ഭാഗ്യം കൊണ്ട് സെമസ്റ്റർ ഹോളിഡേ ആണ് സർ. നെക്സ്റ്റ് 18 ഡേയ്സ് ക്ലോസ് ആയിരിക്കും. അവിടെ ഉള്ളതെല്ലാം ജർമ്മൻ എക്യുപ്മെന്റ്സാ. നമുക്ക് മെഡിസിൻസ്, ഔഷധങ്ങൾ ഇതൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പുറത്തുള്ള മാലതി മൂലം അവിടേക്ക് എത്തിക്കാം. ഓക്കെ. അശ്വിൻ എപ്പോ വരും? ലാബിന്റെ കീ എടുത്തോണ്ട് നമുക്ക് സിം കാർഡ് എല്ലാം വാങ്ങിയിട്ട് രാത്രി 11 മണിക്ക് വരും. എല്ലാവരും സിം കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്തല്ലോ? അതെല്ലാം ചെയ്തു. ഓക്കെ. வணக்கம். பரவி வரும் மர்ம காய்ச்சலுக்கு தமிழகத்தில் இதுவரை 118 பேர் பலியாகியுள்ளனர். திண்டிவனம், நாகர்கோவில் பகுதிகளில் போதிய மருத்துவ வசதிகள் இல்லாததால் பொதுமக்கள் சாலை மறியலில். ഈ വൈറസ് ബാധിച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗികളുടെ തിരക്ക് മൂലം ఇప్పుడు నార్త్ ఇండియాలో కూడా ఈ వ్యాధి వ్యాపించినట్లుగా ഈ രോഗം തടയുന്നതിനായി The disease has spread like fire.
The initial symptoms are spotted on the face. There are many hospitals which are beyond their capacity to fill their patients. Many patients പൊതുസ്ഥലങ്ങളിൽ രോഗം പകരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. രോഗം ബാധിച്ചവർക്ക് ഇന്ത്യയിൽ മരുന്നുകളില്ലാതെ രോഗികൾക്ക് ചികിത്സ കിട്ടാത്തത് കാരണം ജനങ്ങൾ രോഗം ബാധിച്ചവർക്ക് മരുന്ന് കിട്ടാതായപ്പോൾ ജനങ്ങൾ ഹോസ്പിറ്റലുകൾ തല്ലി തകർത്തു. இதுபோன்று தமிழகத்திலும் பிற மாநிலங்களிலும் பொதுமக்கள் வன்முறையில் ஈடுபடுவது கண்டிக்கத்தக்கது என மத்திய சுகாதாரத்துறை அமைச்சர் குலாம் நபி ஆசாத் இன்று தெரிவித்துள்ளார். Yes, sir. How can I help you? I want to know who make this purchase. Sir, but those details I cannot. The CD was purchased on 22nd February. It was a credit card purchase. The cardholder name is Imran Shahid, and it was HDFC Bank credit card. The name is Imran Shahil. Tell me about his more recent purchases. 2 days ago he had purchased something at Apollo Pharmacy. Yesterday he filled petrol for rupees 1500 at Bharat Petroleum Bunk, Gindi. TN09 AT7419. TN09 One second. 807419. This car yesterday, Imran filled petrol. Okay. But I find out Imran doesn't have a car. But I need to know name and address. After who on this? You got it. They are not 5 in total. They are 6. A girl is helping them from outside. Her name is Maladi. She is Shubha's school friend. She is in 3rd year civil engineering. This is certificate. Get a hold of Maladi and you will find others. Once you know where they are, don't leave Maladi. Kill her. That's exactly what I'm gonna do. And don't spare anyone. Else you will be in trouble. Kill everyone. Yes. Madam? Madam? എന്താ വേണ്ടേ? Good plan. You can't find them through me. Because even I don't know where they are. It's time for Bodhidharman. You can't escape from him. Tell him I said good luck.
മാലതി ലിസ്റ്റിലുള്ളതെല്ലാം കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് അയച്ചായിരുന്നോ? ജനറ്റിക് എഞ്ചിനീയറിംഗ് ലാബ്, മാലതി ബി വിംഗ്, ഈസ്റ്റ് ന്യൂട്ടൺ സർക്കിൾ, IIT ക്യാമ്പസ്, അടയാർ. ഇമ്രാൻ, മാലതിയുടെ ഫോൺ നിന്റെ കയ്യിൽ എങ്ങനെയാ വന്നത്? മാലതി എവിടെയാ ഉള്ളത് ഇമ്രാൻ? ഹലോ, നീ എന്തിനാ ഇപ്പൊ അഡ്രസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? I will catch you this time. You? If you hate India, if you have the guts to come and fight the Indian army, don't go out of killing innocent people like in coward. Arvind is going to kill you. You can't escape from Bodhi Dharman. Imran! Imran! എന്ത് പറ്റി ഇമ്രാൻ? ഇമ്രാൻ! Imran! 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 What happened? Imran! എന്താ ശുഭി? എന്തിനാ കരയുന്നേ? ആരാ ചെയ്തത്? എന്ത് പറ്റിയത്? ആരാ ചെയ്തത്? ശുഭേ, we need to go. ഇനി ഈ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അയാൾ ഇങ്ങോട്ടാണ് വരുന്നത്. എന്താണ് അവസാനത്തെ ദിവസം? ജീവനെ പേടിച്ച് ഓടാൻ പറയുകയാണോ? അല്ല ശുഭ, നമ്മുടെ ജീവനക്കാരും അരവിന്ദന്റെ ജീവനാണ് പ്രധാനം. ബോധിധർമ്മന്റെ DNA പ്രധാനമാണ്. നമ്മൾ ചെയ്തില്ലെങ്കിലും ഒരു 50 വർഷം കഴിഞ്ഞ് വേറെ ആരെങ്കിലും ഈ ഗവേഷണം ചെയ്യും. പക്ഷെ അതിന് അരവിന്ദുണ്ടാകണം. എന്നാ അരവിന്ദനെ നമ്മൾ എങ്ങോട്ടാ കൊണ്ടുപോകുക? അവന്റെ ദേഹത്ത് വെയിൽ കൊള്ളാൻ പാടില്ല. നമ്മളെല്ലാവരും മരിച്ചാലും അരവിന്ദ് മരിക്കാൻ പാടില്ല. വാ.